നമസ്കാരം. മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആത്മകഥാ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പാഠഭാഗവുമായിട്ടാണ്. അതിന്റെ ചർച്ചയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. പാഠഭാഗം പാഠം 16, കണ്ണീരും കിനാവും. ഈ ഒരു പേര് വളരെയധികം പ്രശസ്തമാണ്. കാരണം ഈ ഒരു രചയിതാവിന്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ അറിയുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലേക്ക് വരുന്ന അദ്ദേഹത്തിന്റെ രണ്ട് രചനകളിൽ ഒന്നാണത്. രചയിതാവ് വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രചന ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. അല്ലെ? ആ ഒരു ശീർഷകം തന്നെ നോക്കൂ. കണ്ണീരും അതിനൊപ്പം ഒരുപാട് സ്വപ്നങ്ങളും. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയപ്പെടുന്ന രചനകളിൽ ഒന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അദ്ദേഹത്തിന്റെ ബാല്യകാല സ്മരണകളാണ് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ടും പ്രതിഫലിച്ചിട്ടുള്ളത്. ഒരു നമ്പൂതിരി വിഭാഗത്തിൽ ജനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രചനകളിൽ ഉടനീളം ഈ നമ്പൂതിരി സമുദായത്തെക്കുറിച്ചും അതിനുള്ളിലുണ്ടായ ഒരുപാട് പ്രയാസങ്ങൾ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. നമ്പൂതിരി വിഭാഗത്തിലുണ്ടായിരുന്ന സ്ത്രീകളുടെ കഷ്ടപ്പാടുകളും മറ്റുമൊക്കെയാണ് കൂടുതലായിട്ടും അടുക്കളയിൽ ഒതുങ്ങിപ്പോകുന്ന, അല്ലെ, കൂടാംകൂട്ടിൽ ഒതുങ്ങിപ്പോകുന്ന തത്തമ്മകളായി മാറിയ നമ്പൂതിരി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീജനങ്ങളെ കുറിച്ചാണ് കൂടുതലായിട്ടും ഒരു രചനയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള അല്ലെങ്കിൽ ആത്മകഥ ഭാഗത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് കണ്ണീരും കിനാവും എന്നുള്ള ആ ഒരു ഭാഗം, അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിൽ നിന്നെടുത്ത ഈ ഒരു ഭാഗം. അപ്പൊ അതില് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ഒരു നമ്പൂതിരി എന്ന രീതിയിൽ അദ്ദേഹം അനുഭവിച്ച ഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യ നിർഭാഗ്യ വശങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഓരോരോ സമുദായത്തിലുണ്ടാകുന്ന ആചാര അനുഷ്ഠാന രീതികളൊക്കെ പറഞ്ഞു പോകുന്ന പോലെ ഇവിടെ അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്പൂതിരി സമുദായത്തിലുള്ള ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ എന്ത് ചെയ്യാം, മനസ്സിലാക്കാനും മറ്റുമൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. സോ അല്ലെ, നമ്മളുടെ ഒരു വ്യക്തിയുടെ ആത്മകഥ എങ്ങനെയാണ് ഒരു വായനക്കാരനിലേക്ക് എത്രത്തോളം അല്ലെങ്കിൽ ഏത് രീതിയിലേക്കായിരിക്കും ഏറ്റവും അധികം ഇതാകുന്നത്? ഒന്ന്, നമുക്കത് റിലേറ്റ് ചെയ്യാൻ കഴിയണം. പലപ്പോഴും ആത്മകഥ എന്ന് പറയുന്നതിന്റെ ഒരു ഇത് പറയുന്നത്, ആത്മകഥ എപ്പോഴും എന്തായിരിക്കണം, സത്യസന്ധമായിരിക്കുമ്പോഴാണ് നമുക്കൊരു ഇത് ഉണ്ടാവുക. മറ്റൊന്ന് രചനാശൈലി. അപ്പൊ ആ രചനാശൈലിയിലോട് കൂടിയിട്ട് ഏറ്റവും നന്നായിട്ട് സാഹിത്യ രൂപത്തിലാവട്ടെ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിലാവട്ടെ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവരിത് വായിക്കുന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തിയുടെ അനുഭവങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും ഫീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെ, ഈ പറയുന്ന രൂപത്തില് എന്താ പറയാ, നമുക്ക് വായിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ അത് തീർച്ചയായിട്ടും നമ്മുടെ കണ്ണീരും കിനാവും എന്ന് പറയുന്ന ഭാഗത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആത്മകഥാ സാഹിത്യത്തിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഉദിച്ചു നിൽക്കുന്ന, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രചനയായിട്ട് തന്നെ കണ്ണീരും കിനാവും മാറിയിട്ടുള്ളത്. അപ്പോ അദ്ദേഹത്തിന്റെ അനുഭവം നമുക്ക് കണ്ണീരും കിനാവിലൂടെ വായിച്ചറിയാം. സോ എല്ലാ തവണയും ചെയ്യുന്നത് പോലെ തന്നെ പാഠഭാഗം പൂർണ്ണമായിട്ട് വായിക്കുന്നതിന് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗം പൂർണ്ണമായിട്ടും ഇങ്ങനെ സ്ക്രീനിൽ ഖണ്ഡികയായിട്ട് നൽകിയതിനു ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാം. ഓരോ സ്ക്രീൻ ഷെയർ ചെയ്തതിന് ശേഷം ഓരോ ഭാഗത്തും വരുന്ന എന്താ പറയാ ഖണ്ഡികകൾ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കുക. വിശദീകരണത്തിന് ശേഷവും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സംശയങ്ങൾ നിഴലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് വ്യക്തിഗതമായിട്ട് ചോദിച്ച് അവ മാറ്റുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ പാഠഭാഗം വി.ടി. ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാം.
ഓക്കെ. കണ്ണീരും കിനാവും. ഏറ്റവും മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ നൽകുന്ന ഒരു കാലാണ് കുട്ടിക്കാലം, നമ്മുടെ ബാല്യം, അല്ലെ? ഒരിക്കലെങ്കിലും തന്റെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ബാല്യം തിരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ചിലപ്പോൾ എന്തുണ്ടാവില്ല, ഉണ്ടാവാൻ വഴിയില്ല. ശരിയല്ലേ? അപ്പൊ ആ വീട്ടിയുടെ കുട്ടിക്കാലം എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അത് അത്രത്തോളം നിറമുള്ളതായിരുന്നില്ല എന്നുള്ളതാണ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോ വീട്ടിയുടെ ഒരു ചിത്രം, അദ്ദേഹത്തിന്റെ കണ്ണീരും കിനാവും എന്ന് പറയുന്ന ആത്മകഥയുടെ എന്താ പറയാ, ഒരു പതിപ്പിന്റെ പുറംചട്ട ഇങ്ങനെയായിരുന്നു. ജസ്റ്റ് കാണുന്നതിന് വേണ്ടി നൽകിയതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു ചിത്രം, അത് ചട്ടയിലെ ചിത്രമാണ്. ഓക്കെ, വീട്ടിനെ കുറിച്ചുള്ള ഒരു ജീവിതരേഖ, ചെറിയൊരു ജീവിതരേഖ നൽകിയിരിക്കുന്നു. നോക്കൂ. കേരളത്തിലെ പ്രശസ്തനായ സാമൂഹ്യ നവോത്ഥാന നായകനും നാടകകൃത്ത്, ഉപന്യാസകാരൻ, എല്ലാ രീതിയിലും അറിയപ്പെട്ട VT ഭട്ടതിരിപ്പാട്. 1896 മാർച്ച് 26 VTയുടെ അമ്മയുടെ വീടായ അങ്കമാലി കിടങ്ങൂർ കൈപ്പിള്ളി മനയിലാണ് ജനനം. മരണം 1982 ഫെബ്രുവരി 12. മേഴത്തൂർക്കാരനായ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പല ആൾക്കാർക്കും അറിയില്ല. കാരണം VT എന്ന് പറഞ്ഞ് VT ഭട്ടതിരിപ്പാടായി പോയി. വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് ആണ് VTയുടെ പൂർണ്ണനാമം. വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. ഒഴുക്കിനെതിരെ നീന്തിയ അദ്ദേഹം സമൂഹത്തിൽ നമ്പൂതിരി സമുദായത്തിൽ, വീണ്ടും എടുത്തു പറയുന്നു, നമ്പൂതിരി സമുദായത്തിൽ വിശേഷിച്ചും അന്ന് ഉറച്ചു നിന്നിരുന്ന വിശ്വാസം, അതായത് കാലഹരണപ്പെട്ടു പോയിട്ടുള്ള ആ വിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്നൊക്കെ അത് വളരെയധികം വ്യക്തമാണ്. അപ്പോ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഇവിടെ ക്ഷമിക്കണം, ഒരു മിനിറ്റ്. മുൻപ് ചെയ്തു വെച്ച PPT ആയതുകൊണ്ട് ചെറിയൊരു സംശയം, അതുകൊണ്ടാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ് തോന്നുന്നു. ഇതാണ് ആദ്യ പേജുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ് അറേഞ്ച് ചെയ്ത സമയത്ത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. ഓക്കെ, അരനൂറ്റാണ്ടിന്റെ അകലെ നിന്ന് വിദൂരമായ ശൈശവത്തിലേക്ക് നോക്കുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ഒരു മൂടൽമഞ്ഞിന്റെ അസ്പഷ്ടം, അതായത് അത്രത്തോളം വ്യക്തമല്ലാത്തത്, തെളിച്ചമില്ലാത്തത് എന്നൊക്കെ അർത്ഥം. അതായത് കൃത്യമായി ഒരു അവ്യക്തമായിട്ടുള്ള ഒരുപാട് അനുസ്മരണങ്ങൾ കണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഉലകം കൊണ്ടേക്കാം. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയം വ്യക്തങ്ങളും വേദനാജനകങ്ങളുമായ അനുഭവ പരമ്പരകളുടെ കടുന്നൽ കുത്തേറ്റ് നൊന്ത് നേറുകയാണ്. പാവപ്പെട്ടവർക്ക് നേരിടുന്ന പരമ സങ്കടത്തിന്റെ പശ്ചാത്തലം ഇന്നും നിശേഷം മാറിക്കഴിഞ്ഞിട്ടില്ലാത്ത അവശേഷിച്ചു കാണുന്ന സമുദായ സ്ഥിതിയുടെ നേരെ എനിക്ക് തെല്ലൊരു ഈർഷ്യയും തോന്നാതിരുന്നില്ല. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് അദ്ദേഹത്തിന്റെ
അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം ഇഷ്ടമാണ്. തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഓർമ്മകളുള്ള മിഠായികളുടെയും കളികളുടെയും അല്ലെങ്കിൽ എന്താ പറയാ മനോഹരമായിട്ടുള്ള നിറങ്ങളുടെയും ഒരു കാലമാണ് ബാല്യം. എന്നാൽ അദ്ദേഹത്തിന്റെ ആ മനസ്സിലേക്ക് നോക്കുമ്പോൾ വളരെ വ്യക്തമായ വേദനാജനകമായിട്ടുള്ള അനുഭവ പരമ്പരകളുടെ ഒരു കടന്നലിന്റെ കുത്തേൽക്കുന്ന പോലെയുള്ള സംഭവങ്ങളാൽ അദ്ദേഹത്തിന്റെ ആ കുട്ടിക്കാലം അല്ലെങ്കിൽ ബാല്യകാലം നീറിപ്പുകയുന്നതായിട്ടാണ് അദ്ദേഹം പറയപ്പെടുന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഇന്നും ഒരുപാട് രൂപത്തിൽ കാലം മാറുന്നതിനനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ സമുദായ സ്ഥിതിയിൽ അവശേഷിച്ച് കാണുന്ന അല്ലെ ഒരുപാട് ഇനിയും മാറാനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ആ ഒരു ദേഷ്യവും അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. വാസ്തവത്തിൽ കാല്യം പോലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബാല്യമല്ല അദ്ദേഹം അനുഭവിച്ചിട്ടുള്ളത്. കാല്യം മീൻസ് പ്രഭാതം, അതായത് രാവിലെ നടത്താം. അപ്പൊ രാവിലെ പോലെ എന്താണ് അദ്ദേഹത്തിന് അത്രത്തോളം നല്ല ഒരു എന്താ പറയാ കുട്ടിക്കാലല്ല ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അല്ലെ. മടിയിലേറ്റി കുട്ട ഒന്ന് ചിരിക്കൂ അല്ലെ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഒന്നിടപെടാതെ ഇങ്ങനെ ഓരോരുത്തർ എടുത്തു നോക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള അല്ലെ ഒരു കുട്ടാവിടിയോ സ്നേഹമോ മറ്റോ ഒന്നും തന്നെ ആർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, വീട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അത്താഴമൂട്ടി പൂമുറ്റത്തേക്കിറങ്ങി നിലാവിനെ കാണിച്ച്, അതായത് അമ്പിളിമാമനെ ചൂണ്ടിക്കാണിച്ച് താരാട്ട് പാട്ടി അല്ലെ. അതുപോലെ തന്നെ മാമുണ്ണ അല്ലെ. നമ്മള് എന്താണ് സാധാരണ കുട്ടികളൊക്കെ ഇന്നിപ്പോ ടാബും അല്ലെ മറ്റേ ടി വി ഒക്കെ കാണിച്ചു നോക്ക് ടി വിയിലേക്ക് നോക്ക് എന്ന് പറഞ്ഞാണ് ഭക്ഷണം കൊടുക്കുക. പണ്ടൊക്കെ അമ്മമാര് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു നിലാവത്ത് അമ്പിളിമാമനെ കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഭക്ഷണമൊക്കെ വാരി കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുക. പക്ഷേ നമ്മള് കുറെ കഥകളിലും ചിത്രങ്ങളിലൊക്കെ കണ്ട് മറന്ന ഒരു ചിത്രമാണ് ഈ പറയുന്ന അമ്പിളിമാമനെ കാണിച്ച് ഭക്ഷണം കൊടുക്കുന്നു, താരാട്ട് പാടുന്നു ഒക്കെ. പക്ഷെ അത്തരത്തിലുള്ള ഒന്നിന് അല്ലെങ്കിൽ ഒരു രൂപം ആർക്കുണ്ടായിരുന്നില്ല, അത്തരത്തിലുള്ള ഒരു താതമാതാക്കൾക്ക് തരം കിട്ടില്ല. അത്തരത്തിലുള്ള അച്ഛനും അമ്മേനെ ആർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രുചികരമായിട്ടുള്ള മധുരദ്രവ്യങ്ങൾ മാറി മാറി തിന്ന് മനം മടുത്തിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കുട്ടികളാവുന്ന സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് മധുരമായിട്ടുള്ള അല്ലെങ്കിൽ മിഠായികൾ അല്ലെങ്കിൽ ഈ പറയുന്ന പായസം അല്ലെങ്കിൽ എന്തോ നമുക്ക് അന്ന് എന്ത് കിട്ടിയാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. ഏറ്റവും കൂടുതൽ മിഠായികൾ കഴിച്ച് പല്ല് പുഴുപ്പല്ലാവുന്നതൊക്കെ ആ ഒരു കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഏത് വിധേനയും നമ്മൾ മിഠായി ഒരു ദിവസം ഇത്രണെങ്കിലും കിട്ടിയാൽ അല്ലെങ്കിൽ കഴിക്കും അല്ലേ. ഇനിയിപ്പോ അതിൽ കൂടുതലായാലും നമുക്കൊരു കുഴപ്പമില്ല, കഴിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ തവളയും വളയും കിലുങ്ങുമാറളിയിൽ പിച്ചു നടന്ന് കാണികളുടെ കണ്ണിനും കരളിനും കളിമ്പം പോലും ഉണ്ടാക്കിയിട്ടില്ല അല്ലെ. ചെറിയ കുട്ടികളാവുമ്പോ പിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് തളയും വളയും അണിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ നടന്നു പോകും. അപ്പൊ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സാധാരണ എന്തേലും പറയാ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരുപാട് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒന്നാണ് ഇതൊക്കെ. ഒരുപാട് മിഠായികൾ കുട്ടിക്കാലത്ത് കഴിക്കുക, അമ്മ കൊണ്ടുപോയിട്ട് ആരാട്ട് പാടിയിട്ട് അമ്പിളിമാമനെ കാണിച്ച് ഉറക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ കൈമാറിക്കൊണ്ട് ഈ പറയുന്ന രൂപത്തില് ഒരാളുടെ ഒക്കത്തുനിന്ന് മറ്റൊരാളുടെ ഒക്കത്തേക്ക് എടുത്ത് ഇങ്ങനെ അല്ലെ. ചെറിയ കുട്ടികളാകുമ്പോ അങ്ങനെയല്ലേ, അവരെ ഓമനിക്കാൻ ഒരുപാട് പേരുണ്ടാകും. അതുപോലെ തന്നെ പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് തളയും വളയും കിലുങ്ങുന്നത്, ഇതൊന്നും തന്നെ ഈ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിശയം തോന്നുന്ന പോലെ എന്താണെന്നറിയില്ല. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം അതൊന്നും അനുഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു കളിമ്പം അല്ലെ, കളിമ്പം എന്ന് പറഞ്ഞ കളിയുടെ ഒരു ആവേശം അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാക്കിയിട്ടില്ല. അടുത്ത് പുളിയർ കരമുണ്ടും പൊന്നേലസും പൂമുള്ളി പിറന്നവർക്കേ പാടുള്ളൂയിരുന്നു പാടുള്ളൂ എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. അതായത് നല്ല പുളിയർ കരയുള്ള മുണ്ട്
അല്ലെ? പൊന്നേലസെന്ന് ഈ പൂമുള്ളി, അതായത് ഈ പറയില്ല നമ്മള് വായിൽ വെള്ളിക്കരണ്ടി ഒക്കെ ആയിട്ട് ജനിച്ചവർ, അല്ലെങ്കിൽ സ്വർണ്ണക്കരണ്ടി ആയിട്ട് ജനിച്ചവർ, അതായത് നല്ല സമ്പത്തും ഇതൊക്കെ ഉള്ള നമ്പൂതിരി കുടുംബത്തെയാണ് പൂമുള്ളി പിറന്നവർ എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം അവർക്കേ അതൊക്കെ പാടുള്ളൂ. കാരണം അവര് ജന്മന പണക്കാരാണ്, സമ്പത്തുള്ളവരാണ്, അത്തരത്തിലുള്ള നമ്പൂതിരി കുടുംബങ്ങളാണ്. നമ്മളുടെ മനസ്സിലേക്ക് പണ്ട് കാലത്ത്, അല്ലെങ്കിൽ ഏറ്റവും പ്രതാപശാലികളായിട്ടുള്ള, ഏറ്റവും സമ്പത്തുള്ള സമുദായം ഏതെന്ന് വെച്ചാൽ നമ്മൾ പറയും നമ്പൂതിരിയാര്, അല്ലേ? യെസ്. പണ്ടങ്ങളണിഞ്ഞ് ദാസിയുടെ അകമ്പടിയോട് അമ്പലത്തിലേക്ക് തൊഴുവാൻ വരുന്ന സമപ്രായക്കാരായ പല ആളുകളെയും കണ്ട് അദ്ദേഹം അസൂയപ്പെട്ട് നിന്നതായിട്ട് പറയുന്നു. അവർക്ക് അന്തസ്സേറിയ ഇല്ലമുണ്ട്. എന്ത് ഈ അന്തസ്സേറിയ ഇല്ലം, അല്ലെ? പേരും പ്രശസ്തിയുള്ള ഇല്ലം ഒക്കെ ആയിരിക്കാം. അതുപോലെ സ്വാദേറിയ ഭക്ഷണമുണ്ട്, കൗതുകകരമായിട്ടുള്ള കളിക്കോപ്പ്. അതൊരു ഇതാണല്ലേ, നല്ല മനോഹരങ്ങളായിട്ടുള്ള വ്യത്യസ്ത, അതായത് ഒന്നൊന്നും പോരാ, കൊട്ടക്കണക്കിന് വേണം. നമ്മൾ അങ്ങനെയാണല്ലോ, ഒരുപാട് നമുക്ക് എന്ത് ചെയ്യണം? കളിപ്പാട്ടങ്ങൾ നമുക്ക് വേണം. പ്രഭുത്വത്തിന്റെ മടിയിൽ പ്രൗഢിയോടെ ജീവിക്കുന്ന ആ ഭാഗ്യവാന്മാർ എവിടെ? ഉന്മേഷശൂന്യരായി കഴിഞ്ഞുകൂടുന്ന ഞാൻ എവിടെ? അതായത് സിമ്പിളായിട്ട് അവിടെ തന്നെ അടുത്ത വരി വരുന്നുണ്ട്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആ ഒരു അകൽച്ചയുടെ അലട്ട്. അതായത് ഒരാൾക്ക് ഈ പറയുന്ന പോലെ ഭക്ഷണം, നല്ല നല്ല ഭക്ഷണം, നല്ല നല്ല വസ്ത്രങ്ങൾ, ഇതൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. എന്നാൽ തൻ്റെ ജീവിതം, തൻ്റെ ബാല്യം ഇതിനൊന്നുമല്ലാത്ത നേർവിപരീതമായിട്ടുള്ള ഒരു കാലം. ഉള്ളവനും ഇല്ലാത്തവനും. ഇല്ലാത്തവൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോ ആ ആലോചനാശീലം വന്ന സമയത്ത് അദ്ദേഹത്തെ എന്താണ് ഒരു അലട്ടാന് അല്ലെങ്കിൽ ശല്യപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ തുടങ്ങിയിരുന്നു. കാരണം എന്താണ്? ചിന്തിക്കുക, നമ്മള് അതായത് വേറെ രീതിയിലും ഒരു ചിന്ത. നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയിട്ട് നമ്മള് ദൈവത്തോട് ചോദിക്കും, എന്തിനാ ഭഗവാൻ എന്നോട് മാത്രം ഇങ്ങനെ, അല്ലെ? എനിക്കൊന്നും തന്നില്ല. അങ്ങനെ കിട്ടിയിട്ടും മതിയാവാതെ വീണ്ടും വീണ്ടും ഭഗവാനോട് കുറ്റം പറയുന്ന, അത് വേറെ കേട്ടോ. നമുക്ക് കിടക്കാൻ സ്വന്തമായിട്ട് നമ്മളുടേതായിട്ടുള്ളത്, 3 നേരം നന്നായിട്ട് ഭക്ഷണം, ഇതൊക്കെ കിട്ടിയിട്ടും അങ്ങനെ ചോദിക്കുന്ന, പെരുമാറുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോ ഞാനിങ്ങനെ നിസ്സാരനായി ജനിച്ചു പോയല്ലോ എന്ന വ്യസനം എന്നെ ഒരിക്കലും വിട്ടുമാറിയിരുന്നില്ല, അല്ലേ? അപ്പോ നമ്മളുടെ എല്ലാവരുടെയും ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ജന്മനാ പണക്കാരനായിട്ട് ജനിക്കുന്ന ആൾക്കാരുണ്ട്, ദരിദ്രനായിട്ട് ജനിക്കുന്ന ആൾക്കാരുണ്ട്. അവര് മരിക്കുമ്പോഴും ചിലപ്പോ ധനികനായിരിക്കും, ചിലപ്പോ മരിക്കുമ്പോഴും ദരിദ്രരായിരിക്കും. ചിലപ്പോ ധനികനായിട്ട് ജനിച്ച് ദരിദ്രനായിട്ട് മരിക്കുന്ന ആളുകളുണ്ടാവും, ദരിദ്രനായിട്ട് ജനിച്ച് ധനികനായിട്ട് മരിക്കുന്ന ആളുകളുണ്ടാവും. അതിനിടയിലുള്ള ആ ഒരു ജീവിതം, ആ ജീവിതത്തെ അവർ എങ്ങനെ നോക്കിക്കാണുന്നു അതിനനുസരിച്ചിരിക്കും എല്ലാം. നമ്മൾ പറയില്ലേ, കവിതയിലൊക്കെ പറയുന്നവരെ നീർക്കുമിളയ്ക്ക് തുല്യമാം ജീവൻ എന്നാ പറയാ. എന്ന് പറയുന്ന പോലെ കഴിയുന്ന ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും? ചിലപ്പോ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ദരിദ്രനായിട്ട് ജനിച്ചു എന്നതിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ദരിദ്രനായിട്ട് മരിച്ചു എന്ന് പറയാൻ അത് നമ്മളെയാണ് ഇത് പറയുന്നത്. നമ്മളെങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇതാവണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു അധപതന ശോകം അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇല്ലത്തെ മുഴുവൻ ബാധിച്ചിരുന്നതായിട്ട് അദ്ദേഹം പറയുന്നു. അവരുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ എന്താണ്, ഇവയൊക്കെ എടുത്ത് കാണിച്ചിരുന്നു. അത് സുഹൃതക്ഷയമാണ്, അധോഗതിയാണ് അതിന്റെ കാരണമെന്നും, ഈശ്വരപ്രീതി ഇല്ലാതെ ഇതൊന്നും ഒരു പരിഹാരം ഇല്ലാന്നായിരുന്നു അവരുടെ ഒരു ദൃഢവിശ്വാസം. അതായത് നമ്പൂതിരികളാണ്, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഈശ്വര വിശ്വാസം ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതലാണ്. കാരണം അവരുടെ ജോലി, അവരുടെ രീതിയൊക്കെ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അമ്പലവുമായിട്ട് ചുറ്റപ്പെട്ടതും പൂജയും കർമ്മങ്ങളൊക്കെ ആയതുകൊണ്ട് അവരുടെ മനസ്സിൽ തോന്നുകയാണ് സുഹൃതക്ഷയാണ്, അധോഗതിയുടെ കാരണമാണ്, അതുകൊണ്ട് ഈശ്വരപ്രീതി ഇല്ലാതെ ഒന്നും, അല്ലെ, പരിഹാരം ഇല്ലാന്ന് അവരുടെ വിശ്വാസം വന്നു. അതുകൊണ്ട് തന്നെ തേവാരക്കാര്യത്തിലുള്ള അതിശ്രദ്ധയിൽ നിന്ന് ഈ ചിന്താഗതികളുടെ ആഴം നല്ലവണ്ണം നോക്കായിരുന്നു.
തേവാരക്കാരി എന്ന് പറഞ്ഞാൽ പൂജ, അവരുടെ കുലത്തൊഴിൽ ഞാൻ നേരത്തെ പറഞ്ഞത്, അവരുടെ അമിതമായിട്ടുള്ള ഒരു ശ്രദ്ധ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കായിരുന്നു എത്രത്തോളം അവരത് ആഴത്തില് ഇത് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത്. അടുത്ത് നോക്കൂ. ഒറ്റ യെസ്, ഒരുപാട് മുൻപ് ചെയ്തു വെച്ചതായതുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ ആണ്, ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടാക്കി തരണേ എന്റെ പെരുന്തൃക്കോവിലപ്പാ എന്ന് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ തൊഴുകയുമായിട്ട് അമ്മ എന്ത് ചെയ്യായിരുന്നു? ദയനീയമായി പ്രാർത്ഥിക്കുന്നത് വല്ലാതെ വ്യാകുലപ്പെടുത്തുന്നതായിട്ട് അദ്ദേഹം തന്നെ എടുത്തു കാണിക്കുന്നു. ഭാഗ്യസൂക്തം ജപിച്ച് പണം ഉണ്ടാക്കാമെന്നായിരുന്നു അച്ഛന്റെ വളരെ വലിയ അഭിലാഷം, അല്ലെ? അതായത് കുറെ അത്തരത്തിലുള്ള വിശ്വാസക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഭാഗ്യസൂക്തം എന്ന് പറഞ്ഞാല് എന്താ പറയാ, കുറെ ആൾക്കാർ കണ്ടില്ലേ, ഇത് ഇത്രത്തോളം വായിച്ചാൽ അല്ലെങ്കിൽ ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വരും അല്ലെങ്കിൽ നല്ലത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലേ? അപ്പൊ അത്തരത്തിൽ അച്ഛന്റെ വിശ്വാസം എന്താണ്? ഈ മന്ത്രം ഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മന്ത്രത്തിനെയാണ് ഭാഗ്യസൂക്തം എന്ന് പറയുന്നത്. ഈ ഭാഗ്യസൂക്തം ഇങ്ങനെ പറഞ്ഞു ഉരുവിടാർന്ന വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? നമ്മൾക്ക് ഇതൊക്കെ മാറും എന്നുള്ളതാണ് അച്ഛന്റെ ചിന്ത. ഒരിക്കലേ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ബസ് കയറാനായിട്ട് പോകുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിന്റെ അവിടെയായിട്ട് ഒരു വ്യക്തി നിരവധി മോതിരങ്ങൾ വിൽക്കുന്നു. അനൗൺസ്മെന്റ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്: ധനസമ്പാദനം, അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം, ശത്രു സംഹാരം. അപ്പൊ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള മോതിരങ്ങളാണ്. മോതിരത്തിന്റെ വില ഇത്രയേ ഉള്ളൂ, ഇത് നിങ്ങൾക്ക് ഇതായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചിരി കയറ്റമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോ ഈ എന്താ പറയാ, ചിലപ്പോ ടി വിയിലെ കണ്ടില്ലേ കുബേർ കുഞ്ചി പോലത്തെ, ഞാൻ കുറ്റം പറയല്ല, ഈ പറയുന്ന പോലെ അത്തരത്തിലുള്ള ഒരുപാട് പരസ്യങ്ങൾ കാണാം. അല്ലെങ്കിൽ ഇത് ഈ സാധനം വാങ്ങിയിടും. ഇപ്പൊ കുറച്ച് കുറവാട്ടോ, പണ്ടൊക്കെ ഇഷ്ടം പോലെ കണ്ടിരുന്നു. അപ്പൊ അതേപോലെ അപ്പൊ ഞങ്ങളിങ്ങനെ നിന്ന സമയത്ത് എന്റെ തൊട്ടടുത്തുള്ള കൂട്ടുകാരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ഇത്രയും മാലയും അല്ലെങ്കിൽ ഇത്രയും മോതിരങ്ങളൊക്കെ വിൽക്കുന്ന ഇയാൾക്ക് ഇതിലേതെങ്കിലും ഒന്നിട്ടിട്ട് രക്ഷപ്പെട്ട പോരായിരുന്നു? അല്ലാതെ ഈ പറയുന്ന വഴിവക്കിൽ ഒരു പെട്ടിയും തുറന്നു വെച്ചിട്ട് കഷ്ടപ്പെട്ട് വിറ്റ് ഈ വെയിലും കൊണ്ട് നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു? അല്ലേ? അത് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്താണ് അത് ആൾക്കാർ വാങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ നോക്കിയിട്ട് 10 ഒരാളോ അല്ലെങ്കിൽ 10 2 ഇത് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവരാരും ഇത് ചിന്തിക്കുന്നില്ലേ എന്ന് കുട്ടികളായിട്ടുള്ള ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പോലെ അയാൾക്ക് ഇത് നിർത്തിട്ടാണ് അതിൽ നിന്നൊന്ന് എടുത്തിട്ടിട്ട് അയാൾക്ക് ധനസമ്പാദനം, ശത്രു സംഹാരം ഒക്കെ നടത്തിക്കൂടെ? എന്തായാലും വേണ്ടില്ല, അല്ലേ? അപ്പൊ ഇവിടെയും അച്ഛന്റെ മനസ്സിനനുസരിച്ച് അദ്ദേഹം നെയ്വിളക്കിനടുത്തിരുന്നിട്ട് ഇങ്ങനെ ഭാഗ്യസൂക്തം ജപിക്കും. പക്ഷേ അച്ഛനും മനസ്സും ഒന്നിച്ചാവിയായി പോയി എന്നല്ലാതെ ആ മന്ത്രോച്ചാരണം കൊണ്ട് യാതൊരുവിധ നേട്ടവും ഉണ്ടായതായിട്ട്
അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടില്ല. ഭാവിയില് അദ്ദേഹത്തെ കൊണ്ട് വേണം തറവാടൊന്ന് പുഷ്ടിപ്പെടാനുള്ള ബോധത്താൽ ഞങ്ങളുടെ ഭാവുകം ആശംസിച്ചുകൊണ്ടായിരുന്നു അച്ഛനന്മാരുടെ മുഴുവൻ പ്രാർത്ഥനയും. അതല്ലേ നമ്മള് വീടിന്റെ അല്ലെങ്കിൽ ഭാവി വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഭാവി അവരുടെ കയ്യിലാണ്. അപ്പൊ അവരുടെ ഭാവി നന്നായിരിക്കണം എന്ന് ആശംസിച്ചുകൊണ്ടാണ് മുഴുവൻ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഒരു തികഞ്ഞ ഈശ്വര ഭക്തിയും തെളിഞ്ഞ ഒരു വൈദിക വൃത്തിയും അവരിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വീട്ടിലേക്ക് ഉളവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലോട് കൂടിയാണ് അച്ഛൻ അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ അഹോരാത്രം എന്നാൽ രാത്രിയും പകലും ഇല്ലാതെ അച്ഛന് തേവാരം പൂജ, തേവരം എന്ന് പറഞ്ഞാൽ പൂജ. അമ്മയ്ക്ക് നേരെ അടുക്കളപ്പണി. അച്ഛന് മുഴുവൻ നേരവും പൂജ കർമ്മങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ. അമ്മയ്ക്കോ ഫുൾ ടൈം അടുക്കളപ്പണി. ഈ ലഹള പിടിച്ച ജോലി തിരക്കിനിടയിൽ അപത്യലാളന പ്രസക്തയെങ്കിലും എന്നെ എടുത്ത് ഓമനിക്കുവാൻ അമ്മയ്ക്ക് അവസരമുണ്ടായിട്ടില്ല. ആലോചിച്ച് നോക്കൂ. അത് അച്ഛന് മുഴുവൻ സമയത്തും എന്താണ് തേവാരം പൂജയും മറ്റു കാര്യങ്ങളാണ്. അപ്പൊ ഈ ജോലി തിരക്കിന്റെ ഇടയില് ഈ പറയുന്ന പോലെ തന്നെ മകനെ എടുത്തിട്ട് ഒന്ന് ലാളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയോ മറ്റൊന്നും എന്ത് ചെയ്തിട്ടില്ല, അമ്മയ്ക്കും കിട്ടിയിട്ടില്ല എന്ന് സാരം. ഞാനൊരു ഗ്രഹണിക്കാരൻ കൂടിയായിരുന്നു. എന്ത് ഈ ഗ്രഹണി? ഒരു രോഗമാണ് കേട്ടോ ഗ്രഹണി എന്ന് പറഞ്ഞാല്. ഗ്രഹണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിന് ബാധിക്കുന്ന ഒരു രോഗമാണ്. ഒരുപാട് കാലം അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ അറിയില്ല ഗ്രഹണി പിടിച്ച പിള്ളേരെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മള്. അപ്പോ വയറിന് വരുന്ന ഒരു രോഗമാണ്. അപ്പോ ചെറുപ്പത്തിൽ വീട്ടിക്ക് ആ രോഗം കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കൗതുകരമായ കൗമാരത്തെ ചിതൽ പോലെ കരണ്ട് തിന്നുന്ന ഒരു മഹാവ്യാധി. അതുകൊണ്ട് തന്നെ അത് കാരണം തൻ്റെ കൗമാരം മുരടിച്ചു പോയതായിട്ട് അദ്ദേഹം പറയുന്നു. അപ്പോ ആ ഒരു രോഗ കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഒരു കുടവയറും കൂർത്ത മുഖവും കുഴഞ്ഞ കൈകാലുകളും അത്തരത്തിലുള്ളൊരു വികൃതമുള്ള ആകൃതിയും മന്ദ പ്രകൃതിയുമായി അദ്ദേഹത്തിന് എന്ന് എടുത്തു കാണിക്കുന്നു. അതായത് ഈ പറയുന്ന ഗ്രഹണി എന്ന് പറയുന്ന ഈ ഒരു രോഗം കൗമാരത്തിലേക്ക് എത്തിപ്പോയപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം ഇത്തരത്തില് മാറി മറിഞ്ഞ സമയം അദ്ദേഹത്തിന്റെ രൂപത്തിനും ആ ഒരു മാറ്റം ആ ഗ്രഹണി എന്ന് പറയുന്ന അസുഖം കാരണം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. കുടവയറ്, കൂർത്ത മുഖം, കുഴഞ്ഞ കൈകാലുകൾ, അതുപോലെ തന്നെ മന്ദ പ്രകൃതി. ലൗകികവും വൈദികവും തമ്മിൽ ഒരു രസം പിടിച്ച സഹോദരത്തോട് കൂടിയിട്ട് ജീവിത രീതി അങ്ങനെ മുൻപോട്ട് പോകുന്ന ഗ്രഹങ്ങൾ ആണ് നമ്പൂതിരി ഇല്ലങ്ങൾ മുഴുവൻ. അതായത് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ലൗകികവും വൈദികവും തമ്മിൽ ഒരുപോലെ ഒരു സാഹോദര്യത്തോട് കൂടിയിട്ട് വർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവിത രീതിയാണ്. കാരണം അവരുടെ കുലത്തൊഴിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്താണ് ഈ പറയുന്ന പൂജാതി കർമ്മങ്ങളും ഈ പറയുന്ന കർമ്മങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തലും ദൈവങ്ങൾക്ക് വേണ്ടിയുള്ള പൂജകളൊക്കെയാണ് അവരുടെ കുലത്തൊഴിലായിട്ട് വരുന്നത്. വൈദികം എല്ലാവർക്കും അറിയാം. എന്താ വൈദികം എന്ന് പറഞ്ഞാൽ? വൈദികം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കോൾ വന്ന വൈദികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സ അല്ലെങ്കിൽ വൈദികന്മാര് പറയല്ലേ, വൈദ്യന്മാര് ആണ് വൈദികന്മാര്. എന്നാൽ അദ്ദേഹത്തിന്റെ ഇല്ലത്ത് ആ സൗഹാർദ്ദ ബന്ധം മുറിഞ്ഞ് അവ തമ്മിൽ പിണങ്ങി പിരിയുവാൻ കോപ്പ് കൂട്ടു നിൽക്കുകയായിരുന്നു. അതായത് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഇല്ലത്തിൽ എന്താണ് അതൊക്കെ ഇല്ലാതായിട്ട് അല്ലെങ്കിൽ അത് അവർക്ക് അതിന്റെ വിശ്വാസമൊക്കെ കുറഞ്ഞ് അവരുടെ ജീവിതം അങ്ങനെയാണല്ലോ. ദൈവത്തെ ഇത്രത്തോളം കാലം പൂജിച്ചിട്ടും ഇതൊക്കെ ആയിട്ടും അവർക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചിന്താഗതിയൊക്കെ ഉണ്ടാവാം.
അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പിണങ്ങി പിരിയങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത്. ത്രികാലങ്ങളിൽ അനുഷ്ഠിച്ചേ കഴിയൂ എന്നുള്ള ആചാരാനുഷ്ഠാനങ്ങളെ പിടിച്ചു നിർത്താൻ ബലാത്കാരം വരെ ചെയ്യേണ്ടി വന്നിരുന്നു. ഇത് ത്രികാലം. എന്താ ഈ ത്രികാലം? 3 കാലങ്ങൾ, ത്രികാലം. രാവിലെ, ഉച്ചയ്ക്ക്, സന്ധ്യയ്ക്ക്. ഇത് ഏറ്റവും രാവിലെ അല്ലെ, അതുപോലെ തന്നെ ഉച്ചയ്ക്കും രാത്രി അല്ലെങ്കിൽ സന്ധ്യാസമയത്തും. ആ സമയത്ത് അനുഷ്ഠിച്ച് മാത്രമേ എല്ലാം കഴിയുള്ളൂ എന്നുള്ള ഒരു രൂപത്തിലേക്ക് വന്നപ്പോൾ നമുക്കത് ഒരു ബലാത്കാരം പോലെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും വന്നു. തേഞ്ഞുമാഞ്ഞ ചില സംസ്കൃത പദങ്ങളെ കൊണ്ട് മുറിഞ്ഞ ചില സംസാരങ്ങൾ, അതിന്റെ വ്യാഖ്യാനം എന്ന നിലയിൽ അപരിഷ്കൃതങ്ങളായിട്ടുള്ള ആഭാസങ്ങളായിട്ടുള്ള ചില ആംഗ്യവിശേഷണങ്ങൾ, നാണം തോന്നിക്കുന്ന നാട്യങ്ങൾ, ഇങ്ങനെയുള്ള പലതുകൊണ്ടും പരിഹാസ്യമായ പ്രഹസനമാണ് അവിടെ നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് അക്കാലത്തെ കാഴ്ച കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ അക്കാലത്തെ മട്ട് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അതിന് ഉദാഹരണങ്ങളായിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നത്തെ നമ്പൂതിരി, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്പൂതിരി ഇതിലൊക്കെയുള്ള ചില എന്താ പറയാ അവരുടെയൊക്കെ ഓരോരോ വിശ്വാസങ്ങൾ, അത് ചിലപ്പോ നമുക്ക് തോന്നും എന്തിനു വേണ്ടിയിട്ടാ? വെറും പരിഹാസ്യമായ പ്രഹസനം, ആ പ്രഹസനത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് മാറിയിരുന്നു. ഉദാഹരണം പറയുന്ന നോക്കൂ, തേച്ച് കമഴ്ത്തി വെച്ച ഒരു പാത്രത്തിന്റെ മുകളിൽ ഒരു വറ്റ് കണ്ടെത്തിയത്. ഇത് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്, ആ പാത്രത്തിന്റെ മുകളിൽ അറിയാതെ ഒരു വറ്റ് ഒട്ടിപ്പിടിക്കുന്ന കണ്ടല്. അബദ്ധത്തിന് അടിച്ചു വാരുന്ന ചൂലിന്റെ ഈർക്കളിൽ ചവിട്ടിപ്പോയത്. പഴുതു നോക്കി വടക്കനിൽ കടന്ന് ഔപാസന കുണ്ടത്തിന്മേൽ, അല്ലെങ്കിൽ കുണ്ടത്തിന്റെ ഉള്ളിലെ ശാവ് വിസർജിച്ചത്. ബലിശുദ്ധം മാറിയതറിയാതെ ശ്രാദ്ധം മുട്ടിപ്പോയത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു എന്താണ് ഒരു കഴുകി വെച്ച പാത്രത്തിന്റെ മുകളിൽ വറ്റ് കാണുന്നത് ഒക്കെ വലിയതാ, തെറ്റാ, എച്ചിൽ അല്ലേ? അതുപോലെ തന്നെ അടിച്ചു വരുന്ന ചൂലിന്റെ ഈർക്കലിന്മേലെ ഒന്ന് ചവിട്ടിപ്പോയാൽ, ഇപ്പൊ നമ്മളൊക്കെ വീട്ടിൽ ആരും, അല്ലെങ്കിൽ വീട്ടില് ഒന്ന് ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ പഴുത് നോക്കിയിട്ട് വടക്കിനി കയറിയിട്ട് ഔപാസന കുണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എന്താണ്, ഉപാസനയ്ക്കും മറ്റു സാധനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള അല്ലെ, അഗ്നികുണ്ടം ഉണ്ടാവില്ലേ, തീയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വാഹ, അത്തരത്തിലുള്ള ആ കുണ്ടത്തിന്റെ ഉള്ളില് ശ്വാവ്, നായ കയറിയിട്ട് വിസർജിച്ചത്. അതുപോലെ ബലി ശുദ്ധം മാറിയതറിയാതെ ശ്രാദ്ധം. എന്താ ശ്രാദ്ധം? ശ്രാദ്ധം കഴിക്കില്ലേ നമ്മള്? എന്താ അതിന് പറയാ? ശ്രാദ്ധം ശ്രാദ്ധം നമ്മള് അടിയന്തരം. അതുപോലെ ഇത്തരം നിസാരങ്ങളും നിശിതങ്ങളുമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഇടയിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കുട്ടിക്കാലത്തെ യാത്ര. അപ്പൊ അതൊക്കെ എന്താ പറയുന്നത്, അന്നത്തെ കാലത്ത് അല്ലേ, ആ ഒരു റൂള്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നിസാരമായിട്ടുള്ള സംഭവങ്ങൾക്ക് ഇത്രയും വലിയ എന്താ പറയാ, ഒരു സ്ട്രിക്റ്റും, അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിലുള്ള പെരുമാറ്റവും കുടുംബത്തിൽ നമ്മൾ കാണുന്ന പോലെ നമ്മൾ പറഞ്ഞപ്പോ എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞു. പക്ഷെ ഈ പറയുന്ന ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കുന്ന സമയത്ത് അവരിലുണ്ടാകുന്ന ആ ഒരു മാറ്റം അത് വളരെ വലുതാണ്. അപ്പൊ ഇത്തരം പ്രഹസനങ്ങളോട് കൂടിയിട്ടായിരുന്നു അവരുടെ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ യാത്ര പോലും. ഒരു കുട്ടിയായ, അല്ലെങ്കിൽ ഒരു യുവാവായിട്ടുള്ള അദ്ദേഹത്തിന് ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നിയന്ത്രിക്കാനോ മറ്റുമൊന്നും കഴിയില്ലായിരുന്നു. ഔപാസനം, ഗണപതി ഹോമം, പൂജ എന്നിവ തുടങ്ങിയായിട്ടുള്ള ക്രിയകൾ പതിവായിട്ട് നടന്നു പോന്നിരുന്നു. അപ്പൊ നമ്മൾ ഔപാസനം, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഔപാസന കുണ്ടം എന്നുള്ള അല്ലെ, എന്താ ഔപാസനം? അതായത് ഉപാസന, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ പൂജ, ആരാധന എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഗണപതിക്ക് വേണ്ടിയുള്ള ഹോമം, പൂജ,
അങ്ങനെ വൈദിക ക്രിയകൾ ഇവയെല്ലാം തുടർച്ചയായിട്ട് നടന്നു പോരുന്നു. തിരക്ക് പിടിച്ച ആ വൈദിക വേദിയിലേക്ക് പ്രഭാതത്തോടു കൂടി തന്നെ എന്നെ ആലോലം മുങ്ങി കുളിപ്പിച്ച് ഏലസും ഇലക്കോണവും അണിയിച്ച് ഉന്തിത്തള്ളി കടത്തിവിടും. അതായത് ആലോചിക്കണം, അതായത് ഈ പൂജയും മറ്റു കർമ്മങ്ങളും ഇതൊക്കെ ഇതാവുന്ന സമയത്ത് ഏറ്റവും പ്രഭാതത്തിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഈ പ്രഭാതത്തിൽ തന്നെ ഇതൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്, ക്രിയകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് രാവിലെ തന്നെ എന്ത് ചെയ്യും, മുഴുവനായിട്ട് അല്ലെങ്കിൽ ശരീരം മുഴുവൻ എന്ത് ചെയ്ത് മുങ്ങി കുളിക്കണം അല്ലേ? ഒന്ന് മുങ്ങി കുളിപ്പിച്ച് ഒരു ഏലസും ഇലക്കോണകം നമ്മൾ അടിവസ്ത്രമാണ്, ഇലക്കോണകവും ഒക്കെ അണിച്ച് ഉന്തി തള്ളി വിടും. എന്നിട്ട് എന്തിനാ അവിടെ പോയിട്ട് ആദ്യം ആദിത്യ നമസ്കാരം, സൂര്യ നമസ്കാരം ഇല്ലേ, ആദിത്യം എന്ന് പറഞ്ഞാൽ സൂര്യ നമസ്കാരം ചെയ്യണം. എത്ര വട്ടം? 336. അടിപൊളി. ഇത് എന്തിനാ? ആയുസ്സിന്, ഭഗവാനെ ആയുസ് കൂടാൻ വേണ്ടിയിട്ടാണ് 336. ഇപ്പൊ 336 ഇത് ഡെയിലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആയുസ് കൂടല്ല. 101 ഏത്തം. എന്തിന്? സൽബുദ്ധി, നല്ല ബുദ്ധി ഉണ്ടാവാന് 101 ഏത്തം. അത് നമ്മൾ ചെവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് ഏത്തം. പഞ്ചാക്ഷരം 1008. അടിപൊളി അല്ലേ? പഞ്ചാക്ഷരം എന്ന് പറയണെങ്കിൽ നമ്മള് നമശിവായ ഇല്ലേ, അതുപോലെ തന്നെ പറയില്ലേ. അപ്പൊ ആ പഞ്ചാക്ഷരം 1008 തവണ. സമക്ഷത്ത്, അതായത് തൊട്ടടുത്ത് നാണം കെടാതിരിപ്പാൻ ദക്ഷിണാമൂർത്തി ഉണ്ട്. ദക്ഷിണാമൂർത്തി പറഞ്ഞാൽ ശിവൻ. ശിവന് വേണ്ടിയിട്ട് ഒരു 108 നമസ്കാരം വേറെയും. ആലോചിക്കണം മക്കളെ, 4-5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോ MTയുടെ എല്ലാ ദിവസവും രാവിലെയുള്ള ഒരു പട്ടികയാണത് അല്ലേ? ഒരു പട്ടികയാണ്. രാവിലെ വരിക, ആ നല്ല തണുപ്പത്ത് ഒന്ന് മുങ്ങി കുളിച്ചതിന് ശേഷം 336 ആദിത്യ നമസ്കാരം, 101 ഏത്തം, 1008 പഞ്ചാക്ഷരം, 108 നമസ്കാരം. ഒരു എലിക്കുഞ്ഞിനെ പോലെ വളരെ മെലിഞ്ഞ കൃഷൻ മീൻസ് മെലിഞ്ഞവനും ബലഹീനനുമായിട്ടുള്ള അദ്ദേഹത്തിന് ഇതൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൈകാലുകൾ പിണച്ചു വെച്ചിട്ടാണ് ഏത്തിടുക, അറിയില്ലേ? ചെവിയിലേക്ക് കൈകൾ രണ്ടും പിണച്ചു വെക്കുക, അതുപോലെ കാലുകളും പിണച്ചു വെക്കുക. എന്നിട്ട് 1, 2 ഇങ്ങനെ ഏത്തിടണം. ആ സമയത്ത് ഒരു കഠിന ശിക്ഷയായിട്ടാണ് അദ്ദേഹത്തിന് അത് തോന്നിയത്. ഒരു 50 എത്തുമ്പോഴേക്കും മുതുകല്ല് വേദനിച്ചു തുടങ്ങും. 50 ഇവിടെ 10 എത്തുമ്പോഴേക്കും ദേഷ്യം വരും. എന്നിട്ട് അപ്പോ 50. കാലുകൾ പതറും, കൈമുട്ടുകൾ ഊക്കിൽ നിലത്തടിക്കുകയാൽ ചിലപ്പോൾ രക്തം കങ്ങി ചോര വളരും. വേദന കാരണം ഞാൻ എണ്ണം കബളിപ്പിക്കാൻ നോക്കും അല്ലേ? ശരിയാണ്, ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇത് ഏതിനാ ഒന്നും അറിയാത്തൊരു കാലത്ത് ഈ പറയുന്ന ഇത്രയും സാധനങ്ങൾ ചെയ്യുമ്പോൾ എത്രത്തോളം ഇതുണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? ഈ പറയുന്ന എന്താ പറയാ, നമ്മളിപ്പോ സൈബറൊക്കെ കളിക്കൂലേ? സൈബറൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ എണ്ണുന്ന പോലെയാ. 1, 2, 3, 4, 5, അല്ലേ? ഇതേപോലെ. പക്ഷെ ഇത് അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്ത് ആരുണ്ട്? അച്ഛനുണ്ട്. അപ്പൊ അച്ഛന് ഈ പറയുന്ന കളവ് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച എനിക്ക് തിമിഴ് കയറും. എന്താ തിമിഴ്? അവിടെ ഉണ്ടായിരുന്നല്ലോ തിമിഴ്. നോക്കട്ടെ. അതായത് അച്ഛൻ എന്ത് ചെയ്യും? ഈ പറയുന്ന പൂജയുടെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിന്റെ സമയത്ത് അച്ഛന് ചിലപ്പോ ഈ എണ്ണം തെറ്റിക്കുകയാണെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കുമ്പോ തിമിഴ് കയറുന്ന പറഞ്ഞു. തിമിഴ് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുക. അങ്ങനെ അച്ഛനും കുട്ടിയും തമ്മിൽ നല്ലൊരു പുലിയംഗം നടക്കും, അച്ഛനും മോനും കൂടെ കൊടുത്ത്. പക്ഷേ എന്താ പ്രശ്നം? അദ്ദേഹത്തിന് ദേഷ്യം കയറിയിട്ടുണ്ടെങ്കിൽ 5-8 പുളിവാറല് മുറിയും വരെ അടിയോടടിയാണ്.
പുളിവാറില് അറിയോ? പുളിയുടെ ഇത്, പുളിയുടെ വടി, പുളിവടി, അതാണ് പുളിവാറൽ. ഈ പറയുന്ന പുളിവാറില് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, കാണാൻ വലിയ ഇതൊന്നും ഉണ്ടാവില്ല, ചൊറുക്കൊന്നും ഉണ്ടാവില്ല അല്ലേ? അതായത് കാണാനൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ അടി കിട്ടിയ പോലെ ഇരിക്കും. നല്ല അടി കിട്ടാറുണ്ട്. കഴുത്ത് മുതൽ കണങ്കാല് വരെ നിരവധി അടിയുടെ പാടുകൾ. ഈ പറയുന്ന അച്ഛന്റെ അടി കൊണ്ട് വാടിത്തളർന്ന് പോകുന്ന സമയത്ത് അവിടുത്തെ തൂണിന് പോലും അലിവ് തോന്നിയിട്ടുണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹം ഓർക്കുന്നു. കാരണം അച്ഛന്റെ മർദ്ദന സ്വഭാവം അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു. കുട്ടികളെ തന്റെ ഇടമില്ലാതെ തല്ലുന്നത് അക്രമമാണെന്ന് അമ്മയ്ക്കൊരു അഭിപ്രായമുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സംസാരിക്കാനുള്ള ഇതില്ല, അവരുടെ സ്വരം ഉയരാൻ അവർക്ക് കഴിയില്ല. പക്ഷെ ആകെ ചെയ്തിരുന്നത് അമ്മ തല്ലുകൊണ്ട ദിവസം ഒന്ന് സാന്ത്വനപ്പെടുത്തുകയും അതുപോലെ തന്നെ ഒന്ന് ഓമനിക്കുകയും ചെയ്യുക മാത്രമേ ചെയ്യുള്ളായിരുന്നു. നോക്കൂ, അന്നത്തെ വടിയുടെ പാടുകൾ ഇപ്പോഴും ഉണ്ട്. എവിടെ? അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഇതാണ് ഈ പറയുന്ന നമ്മൾ പറയില്ലേ, ശരീരത്തിലെ വേദന പെട്ടെന്ന് മാറും, പക്ഷെ ഹൃദയത്തിലെ വേദന എത്രയോ പെട്ടെന്ന് മാറും. വെളുക്കാൻ തേച്ച് പാണ്ട് പിടിക്കുന്ന പോലെ സന്താനങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ട് ചില അന്ധമതികൾ, അമിതമായിട്ടുള്ള അന്ധമായിട്ടുള്ള അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകൾ, അന്ധമതികൾ എന്താണ് ചെയ്യുന്ന കഠിനതകൾ അപകടകരമാണ്, അധിക്ഷേപാർഹങ്ങളാണ്. മർദ്ദിക്കും തോറും പൊന്തി വരുന്ന ഒരു പന്തല്ല ബാലഹൃദയം എന്ന് അക്കൂട്ടർ അറിയുന്നില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇത് വരുന്നത്, അല്ലെങ്കിൽ പ്രഹരമാവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അക്രമം ആവട്ടെ, ഇതൊക്കെ വരുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയാണ്. അപ്പോ അവര് ഈ പറയുന്ന പോലെ എന്താണ്, ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ധൈര്യമാണ് അവർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചില അന്ധമതികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലേക്ക് ചെയ്യുന്നത്. അന്തല്ലാത്ത മതി എന്ന് പറഞ്ഞ ബുദ്ധി അല്ലെ, അതായത് ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകള് എന്ത് ചെയ്യുന്ന ഇത്തരത്തിൽ ചെയ്യുന്നത്. ഈ ശാസന സമ്പ്രദായം അച്ഛന്റെ നേരെ വെറുപ്പാണ് എന്നിൽ ഉളവാക്കിയത്. അച്ഛൻ അടിക്കുമ്പോ അത് ശിക്ഷ, അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്നുള്ള ശിക്ഷാ നടപടികൾക്ക് പുറമെ നമുക്ക് കുട്ടികൾക്ക് നമ്മളോട്, ഇതിപ്പോ അധ്യാപകരാവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, അവരോട് എന്താണ് ദേഷ്യം പോലെ അല്ലെങ്കിൽ ഒരു വൈരാഗ്യം പോലെ മനസ്സിലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഒരു പ്രതികാരാവേശ നിമിത്തം അച്ഛൻ അറിയാതെ തന്നെ പലപ്പോഴും അച്ഛൻ എന്ത് ചെയ്യും, അദ്ദേഹത്തെ ഒരു പുറകിൽ നിന്നും എന്ത് ചെയ്യും, ആരും അറിയാതെ കൊഞ്ഞനം കുത്തിയിട്ടുണ്ട്. അറിയില്ല, കൊഞ്ഞനം കുത്താൻ അറിയില്ലേ? കൊഞ്ഞനം കുത്തിയിട്ടുണ്ട്. കാരണം അച്ഛനിഷ്ടമല്ലാത്തതുകൊണ്ട് കൊഞ്ഞനം കുത്തും. മാത്രല്ല എന്താ, ചക്ക കാട്ടിയിട്ടുണ്ട്, കൈകൊണ്ട് ചക്ക കാട്ടുക എന്ന് പറഞ്ഞ രീതിയുണ്ട്. അപ്പോ ഇത്തരത്തിൽ അച്ഛനോട് അത്രയും ദേഷ്യമായിരുന്നു എന്നുള്ളതാണ് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദൈവത്തിന്റെ, തേവര് പറഞ്ഞാൽ ഈ ഒരു ഈശ്വരനാണ്, അപ്പൊ ഈശ്വരന്റെ മുമ്പിൽ പോയിട്ട് കൈ കൂപ്പിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശ്വരാ, അച്ഛനിനി ഒരിക്കലും മടങ്ങി വരരുതേ, വല്ല പിശാചും പിടിച്ച് വഴിയിലെങ്ങാനും കടിച്ചു തിന്നണേ. ആലോചിച്ച് നോക്ക് മക്കളെ, നമ്മളൊരു തമാശ രൂപത്തിൽ അത് വായിച്ചു എങ്കിൽ പോലും അതിന്റെ ഉള്ളിലുള്ള ആശയം എന്ന് പറഞ്ഞെങ്കിൽ, സ്വന്തം അച്ഛനെ അത്രത്തോളം വെറുക്കുന്ന ഒരു മകൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ? നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ്, എങ്ങനെയെങ്കിലും നമ്മളുടെ മക്കൾ നമ്മളുടെ അത്രത്തോളം സ്നേഹിക്കണം, അവരെ കാണുന്ന സമയത്ത്, അവരേതാകുന്ന സമയത്ത് അവരോടൊപ്പം നമുക്ക് സന്തോഷത്തോടു കൂടി നിൽക്കാൻ കഴിയണം, നമ്മൾ അനുസരിക്കണം, ഇതൊക്കെ നമ്മൾ വിചാരിക്കുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കുട്ടികൾ നമ്മൾ അനുസരിക്കും? അടുത്ത് നോക്കൂ, നല്ല ശർക്കരയും നാളികേരവും ഒക്കെ കുഴച്ചുണ്ടാക്കിയ ഒരു മധുര സാധനമുണ്ട്, ഗണപതി ഹോമത്തിൽ ഉണ്ടാക്കുന്ന
ഒരു ഇതാണ്. അതുപോലെ ചൂടുള്ള പായസം, ഇവയൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് അത് നിവേദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയം ആർത്തിയോടുകൂടി ആത്മാക്കൾ നോക്കിയിരിക്കാറുണ്ട്. ജീവനുള്ള ആത്മാക്കൾ ആണ് ജീവാത്മാക്കൾ. ആരാ? ഒന്ന് ഗ്രഹണിക്കാരനായിട്ടുള്ള എഴുത്തുകാരൻ ഞാൻ, മറ്റേതോ ഇല്ലത്തെ കുറിഞ്ഞിപ്പൂച്ച. അത് അവർ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളാട്ടോ, നല്ല സുഹൃത്തുക്കളാണ്. കാരണം വേറെ കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ആ പൂച്ചക്കുട്ടിയെ സ്നേഹിച്ചു. അപ്പൊ അവന് ഒരു അനിയത്തിക്കുട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ആ ഒരു പൂച്ചക്കുട്ടിയെ അനിയത്തി എന്ന് വിളിച്ചു പോകും. തേവാരത്തിന്റെ പ്രകരണമൊക്കെ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയും, ആ കമോൺ ഇനി ഉണ്ണാൻ പോവാം, അല്ലെ? കമോണൊന്നും കേട്ടോ, അച്ഛൻ പറയും ഇനി നമുക്ക് ഉണ്ണാൻ പോവാം. ഇത് പ്രകരണം മീൻസ് എന്താ പറയാ, സന്ദർഭം. ഇത് തേവാരത്തിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞാൽ അച്ഛൻ പറയും ഇനി നമുക്ക് ഉണ്ണാനായിട്ട് പോവാം. അപ്പൊ അത് കഴിഞ്ഞ് വേഗം നിവേദിക കഴിഞ്ഞ പായസപാത്രം താങ്ങി പിടിച്ച് വീട്ടിൽ എന്ത് ചെയ്യും, അടുക്കളയിലേക്ക് തിരിക്കും. അതിന്റെ ഒപ്പം കൂട്ടുകാരിയായിട്ടുള്ള അനിയത്തിക്കുട്ടിയായിട്ടുള്ള നമ്മളെ കുറിഞ്ഞിപ്പൂച്ച മ്യാവൂ മ്യാവൂ എന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യും, പോവുകയും ചെയ്യും. അങ്ങനെ അമ്മ എന്ത് ചെയ്യും, രണ്ടു പേർക്കും പായസം എടുത്തു കൊടുക്കും. അതുപോലെ രണ്ടുപേരും സ്നേഹത്തോട് കൂടിയിട്ട് ഇരുന്ന് കഴിക്കുകയും ചെയ്യും. ആകെ ഈ പറയുന്ന പോലെ തന്നെ അമ്മ തരുന്നതും ഈ പറയുന്ന പായസവും കഴിക്കുന്നതൊക്കെയാണ് ആകെ ഒരു സന്തോഷമുള്ള കുട്ടിക്കാലത്ത്. എന്റെ ഇല്ലം, എന്റെ ആളുകളുടെ ഇവിടെ ആളുകൾ ഇതുകളോടൊക്കെ ഒരു വാത്സല്യം എന്നിൽ മുറ്റിത്തഴയ്ക്കും. ഊണും കഴിഞ്ഞ് നല്ല കിഴക്കേ മുറ്റത്ത് തണലിൽ പോയിട്ട് നിന്ന് നല്ല മന്ദാരച്ചുവട്ടിൽ ചെന്ന് കിട്ടിയ സാധനങ്ങൾ കൊണ്ട് സ്വയം എന്ത് ചെയ്യും, കളിക്കും. കാരണം സ്വയം കളിയാണ്, ഈ പറഞ്ഞൊരു വേറെ ആൾക്കാരും ഇല്ല. അപ്പോ ഇതാണ് പ്രധാനമായിട്ടുള്ള ഇത്, വിനോദം. തേവാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൂജയ്ക്ക് വേണ്ടിയിട്ട് ശർക്കരയും നാളികേരമൊക്കെ ഉണ്ടെങ്കിൽ ഗണപതി ഹോമത്തിനുള്ള ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ പായസം ഉണ്ട്. അതൊക്കെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം, അതാണ് ആകെ കുട്ടിക്കാലത്തുള്ള രസകരമായിട്ടുള്ള നല്ല ഓർമ്മകളിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് തോന്നുന്നു. കാരണം അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്യും, കുടയായിട്ട് അമ്പലത്തിലേക്ക് പുറപ്പെടും. അമ്മയ്ക്കൊപ്പം തുണയ്ക്ക് ആരെങ്കിലും പോണ്ടേ വീട്ടിലെ, എന്താ പറയാ, ആൺതരി ആരാ, ഈ പറയുന്ന വീട്ടിലുള്ളത്. അപ്പൊ അതുകൊണ്ട് കൂട്ടിന് പോകുന്നത് വീട്ടിയാണ്. ഒരു ചെറിയ മുണ്ട് വണ്ടിക്ക് മേലെ ഇങ്ങനെ വലിച്ചു വാരി കയറ്റിയിട്ടാണ് പോകുന്നത്. വണ്ടി എന്ന് പറഞ്ഞാൽ വയറിന്റെ മുകളിൽ വലിച്ചു കയറ്റിയെടുത്ത് ഒരു മുതിർന്ന ആളുകളുടെ ഒരു ദാക്ഷ്യം. കാരണം എന്റെ അമ്മയ്ക്ക് ഞാനാണ് ബോഡി ഗാർഡ്, അല്ലെ, എന്റെ അമ്മയെ ഞാനാണ് കൊണ്ടുപോകുന്നത് എന്നൊരു ദാക്ഷ്യത്തോട് കൂടിയിട്ട് അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ കൈവീശി വലിഞ്ഞു നടക്കും. വഴിയോരങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന കടമ്പിൻ പൂക്കൾ പറിച്ച് എന്ത് ചെയ്യും അമ്മ, ആദിത്യന്റെ, നേരത്തെ നമ്മൾ പറഞ്ഞു ആദിത്യൻ ആരാ, സൂര്യന്റെ നേർക്ക് അമ്മ അങ്ങനെ എറിയും. സൂര്യനെ അല്ലെങ്കിൽ ആരാധിക്കുന്ന രൂപത്തിലാണ്. അപ്പോ ആ സമയത്ത് എന്തോ വീട്ടിയും അത് അനുകരിച്ച് അല്ലെങ്കിൽ അതേപോലെ ചെയ്യും. പിന്നെ കൃഷ്ണകാന്തി പറിച്ചു ചൂടും, കുറെ കുടയിൽ തിരികെയൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന ഇത്. ഞാൻ അമ്പലത്തിലെത്തി തൃക്കൺ പാർക്കാൻ എഴുന്നള്ളിയിടുന്നുണ്ട്. ഇരിക്കണമ്മയുടെ സ്വരത്തിൽ ഞാൻ അമ്പലത്തിലേക്ക് വിളിച്ചു പറയുന്നതാണ് പറയുന്നത്. കാരണം ഉച്ചപൂജ കഴിഞ്ഞ് ശാന്തിക്കാരനും തേവാരത്തിന് എത്താറുള്ള നമ്പൂതിരിമാരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നേരെ ചെന്ന് കയറിയിട്ട് അവർക്ക് സുഖമായിട്ട് തൊഴാം. കാരണം സ്ത്രീകൾക്ക് മണി അടിക്കാൻ പാടില്ല എന്നൊരു നിയമമൊക്കെ ഉണ്ട്. അപ്പോ എനിക്ക് അല്ലെ, സ്ത്രീകൾക്ക് പറ്റൂല, എനിക്ക് പറ്റും എന്നുള്ള ഒരു അഹങ്കാരത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും, സോപാനം എന്ന് പറഞ്ഞെങ്കിൽ ഈ അമ്പലത്തിലൊക്കെ കാണില്ലേ, ചവിട്ടുപടി. ഈ അമ്പലത്തിന് മുൻപിലുള്ള ഒരു 3 പടി കണ്ടില്ലേ, അതാണ്. അപ്പൊ ആ പടിയിൽ കയറിയിട്ട് എന്ത് ചെയ്യും, തുരുതുരെ മണി കൊട്ടും. അങ്ങനെ തൊഴുത് പ്രദക്ഷിണം വെച്ച് മടങ്ങി എത്തുമ്പോഴേക്കും നേരെ നല്ല നട്ട് ഉച്ചയാകും. പിന്നെ പ്രധാനമായിട്ടും അച്ഛന്റെ ഊണ് കഴിയാതെ അന്തർജനങ്ങൾ ഉണ്ണാറില്ല. അന്തർജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ, അതല്ലെങ്കിൽ നമ്മള് ഭാര്യമാര് ഉണ്ണാറില്ല എന്നർത്ഥം. ചില ദിവസം അച്ഛൻ ഉണ്ട ഇലയിൽ അമ്മ ഉണ്ണുന്നത് കണ്ട് എനിക്ക് ചെടിപ്പ് വരാറുണ്ട്. അല്ലെ, അച്ഛൻ തിന്ന അതേ ഇലയിൽ അമ്മ എന്തിനാ കഴിക്കുന്നത്, അല്ലേ, ഒരു അറപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇതൊക്കെ തോന്നാറുണ്ട്. എന്താണെന്നറിയില്ല, ഒരു അറപ്പ് തോന്നും. അച്ഛൻ, അതായത് മറ്റൊരാൾ കഴിച്ചേലേ, അല്ലേ,
എച്ചിലും മറ്റും അധികലശലായി വർജിക്കുന്ന ഇല്ലത്ത് അമ്മ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കാൻ തോന്നാറുണ്ടെങ്കിലും ഒരു വൈദിക ക്രിയയുടെ ചടങ്ങ് പോലെ നടക്കുന്നതാകൊണ്ട് അതും ഒരു ക്രിയാവിശേഷം എന്ന നിലയിൽ മാനിക്കുകയായിരുന്നു പതിവ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, നേരത്തെ സൂചിപ്പിച്ചു, വറ്റും അല്ലെങ്കിൽ ചെറിയ എച്ചിൽ പോലും അവിടെ വലിയ വിഷയമാണ്. അപ്പൊ ആ വിഷയമുള്ള കാലത്ത് ഈ പറയുന്ന അമ്മ ഇങ്ങനെ എച്ചില് അല്ലെങ്കിൽ ഈ എച്ചിലയിൽ കഴിക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെ തോന്നാറുണ്ടെങ്കിലും വലിയ കുട്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തോന്നും അറിയില്ല. അതുകൊണ്ട് വലിയവർ ചെയ്യുന്നത് എന്ത് അതൊക്കെ വലുതാണ് എന്നാണ് കുട്ടികളുടെ ഒരു പക്ഷം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഒരു ക്രിയാവിശേഷം എന്ന രീതിയിൽ മാനിക്കാനായിരുന്നു ആരുടെ തീരുമാനം? കുട്ടികളുടെ എല്ലാവരുടെയും തീരുമാനം. അപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ ഉച്ഛിഷ്ടം ഒന്ന് നുള്ളി തിന്നുക മാത്രമേ പതിവുള്ളൂ. കാരണം അതൊരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ഇത് രൂപത്തിലാണ്. അപ്പോ അതിനുശേഷം വയറ് നിറയെ ഉണ്ണുന്നത് പുതുതായിട്ടൊരു ഇല വിളമ്പിയിട്ടാണെന്ന് എടുത്തു പറയുന്നുണ്ട്. പ്രായം ചെന്ന ശേഷമാണ് ഇതിന്റെയൊക്കെ ഒരു ആഭാസത അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. അല്ലെ, എന്ത് മോശമായ സംഭവമാണെന്നുള്ളത്. കാരണം പത്നിമാരെല്ലാം അതായത് ഈ പറയുന്ന അന്നത്തെ കാലത്ത് എന്ത് ചെയ്യും? ഒരുപാട് പത്നിമാരെ കണ്ടാവും. 1, 2, 3 ഭാര്യമാര് ഉണ്ടാകും. ഈ പത്നിമാരെല്ലാവരും ഭർത്താവ് കഴിച്ച ശേഷം കഴിക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ കഴിക്കുകയാണെങ്കിൽ തന്നെ ഉച്ഛിഷ്ടം, ഭർത്താവിന്റെ ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് അർത്ഥം. അതായത് അവര് കഴിക്കുന്നതിന്റെ ബാക്കിയുള്ളത്, ഭക്ഷണത്തിന്റെ ബാക്കിയുള്ളത് പത്നിമാര് കഴിക്കണം എന്നുള്ളതാണ് നിയമം. നല്ല പ്രായേണ പണ്ട് കാലത്ത് ഒരു മൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ പ്രായം കൂടിയ നമ്പൂരിമാരെ വിളിക്കുന്നതാണ് മൂസ്. അങ്ങനെ മൂസ് ഉണ്ണുന്ന ഇലയോട് തൊടുവിച്ചുകൊണ്ട് നീട്ടി 2 ഇല കൂടി എന്തുണ്ടാവും? ഉണ്ടാകും. 2 ഇല കൂടി വേറെ ഉണ്ടാകും. എവിടെ? മൂത്ത പത്നി അവസാനത്തെ കുടിനീർ വീഴ്ത്തിയാൽ ഭർത്താവ് അത് ആസ്വദിക്കുന്നതിന് മുമ്പായി ഉച്ഛിഷ്ടത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം മറ്റിലകളിലേക്ക് വാരിയിടും. ഇത് മൂത്ത പത്നി, മൂത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ വേളി അല്ലെങ്കിൽ ആദ്യത്തെ കല്യാണം ആയിരിക്കും. അപ്പൊ ആദ്യത്തെ കല്യാണം കഴിച്ച പത്നി അവസാനത്തെ കുടിനീര് വീഴ്ത്തുന്ന സമയത്ത്, ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന നമ്പൂതിരി എന്ത് ചെയ്യും? ഉച്ഛിഷ്ടത്തിൽ നിന്ന്, അതായത് അവർ കഴിച്ചതിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് അവരുടെ ഇലകളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഇലകളിലേക്ക് വാരിയിടും. മൂത്ത ആത്തേന്മാർക്ക് ഭർത്താവ് ഉണ്ട ഇലയും മറ്റുള്ളവർക്ക് കൂട്ടിത്തൊടുവിച്ച ഇലയും ആണ് കൊടുക്കാറ്. അതായത് ഏറ്റവും മൂത്ത ഭാര്യയ്ക്ക് എന്ത് ചെയ്യും? ആത്തേന്മാർ പറഞ്ഞ നമ്പൂതിരിയുടെ ഭാര്യമാരുടെ അർത്ഥം. മൂത്ത ഭാര്യയ്ക്ക് ഒറിജിനൽ ഈ പറയുന്ന അദ്ദേഹം കഴിച്ച ഇല തന്നെ. ബാക്കിയുള്ള എല്ലാവർക്കും ഇലയെന്ന് കുറച്ചെടുത്തിട്ട്, അതായത് ഒരു ഇലയിലല്ലേ ഇപ്പം നമ്പൂതിരി കഴിക്കുള്ളൂ, ബാക്കി എല്ലാവർക്കും വേറെ വേറെ പിടിയായിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ടാവും. ഭർത്താവ് ഒടുക്കത്തെ കുടിനീർ വീഴ്ത്തി എഴുന്നേറ്റാൽ മൂവരും തങ്ങളുടെ ഇലകൾ വെവ്വേറെ വലിച്ചു നീക്കും. അതായത് ഭർത്താവ് അല്ലെങ്കിൽ നമ്പൂതിരി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇല എന്ത് ചെയ്യും? അവരെടുക്കും. പത്നിമാർ പരസ്പരം എച്ചിലാക്കാൻ പാടില്ല. അതായത് അവർ തമ്മിൽ എന്ത് ചെയ്യരുത്? പരസ്പരം എച്ചിലാക്കാൻ പാടില്ല. ഇതാണ് പണ്ടത്തെ സമ്പ്രദായം. അല്ലെ, ആലോചിച്ച് നോക്കൂ. വെളിശേഷം ചെയ്യുന്ന ദിവസമാണ് ഇത് തുടങ്ങുന്നത്. പിന്നീട് വെളിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ചടങ്ങായിട്ടാണ് പറയുന്നത്. പിന്നീട് ആഗ്രഹണം, പിറന്നാൾ, ഓണം, വിഷു, തിരുവാതിര ഈ വിശേഷ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ചെയ്തു വരാറുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് വീട്ടിയുടെ കുട്ടിക്കാലത്തും അമ്മയും ഈ ഒരു പതിവ് മുട്ടിച്ചിരുന്നില്ല മീൻസ് അമ്മയും എന്ത് ചെയ്തിരുന്നില്ല? ഈ ഒരു ചടങ്ങ് ഇതായിരുന്നില്ല അല്ലെങ്കിൽ തെറ്റിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പാഠഭാഗം അവസാനിപ്പിക്കുന്നത്. നമ്മള് കേട്ടല്ലെങ്കിൽ നമ്മൾ വളർന്ന ആ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ നമ്മള് പൂർണ്ണമായിട്ടും ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും ഇതായിട്ടുള്ള ഒരു വിഭാഗക്കാരായിട്ട് നമ്മൾ പറഞ്ഞിരുന്നവരാണ് നമ്പൂതിരിമാര്. അവിടെ ജീവിതത്തിൽ അവര് ഈ സത്യം പറഞ്ഞാൽ ഈ വീട്ടിയുടെ ഒക്കെ ഇങ്ങനത്തെ രചനകളൊക്കെ വരുന്ന സമയത്താണ് നമ്പൂതിരി യുവാക്കൾക്കും അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊരു
ബോധം അല്ലെങ്കിൽ ഒക്കെ തീർച്ചയായിട്ടും വരുന്നത്. ആലോചിച്ച് നോക്കൂ, നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന അനുഭവിച്ചിട്ടാണ് അവര് ജീവിച്ചിരുന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇത്. അതിന് ഇത്തരം രചനകളും ഇതില് ഈ പറയുന്ന സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ശൈലിയിലുള്ള ഈ രചനകളൊക്കെ തന്നെയാണ് അതിൻ്റെത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒരു വിശ്വവിഖ്യാത അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു വിഖ്യാത രചനയായിട്ട് നമ്മളുടെ കണ്ണീരും കിനാവും മാറുന്നത്. അതിൽ യാതൊരുവിധ സംശയമില്ല. അദ്ദേഹത്തിന്റെ ആത്മകഥയില് ഇനിയും ഒരുപാട് ഭാഗങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ശരിക്ക് നമ്മൾക്ക് വായിക്കാനായിട്ടുള്ള താല്പര്യമുള്ള ആളുകള് ഒന്ന് തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു രചനയാണ് കണ്ണീരും കിനാവും അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കൊക്കെ. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ പാഠഭാഗം പോകുന്നത്. അന്നത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ആചാരങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാനായിട്ട് ഈ പറയുന്ന പാഠഭാഗം കൊണ്ട് നമുക്ക് സാധിച്ചു. എല്ലാവരും നന്നായിട്ട് 1-2 തവണ നന്നായിട്ട് വായിച്ചു നോക്കുക. സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ കുറിച്ചു വെക്കുക. വ്യക്തിഗതമായിട്ട് ചോദിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പുതിയ അധ്യായവുമായിട്ട് പുതിയൊരു ചർച്ചയുമായിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.